പക്ക നീറ്റ് വണ്ടി, ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ്. ഫുൾ സർവീസും പോയിട്ടുണ്ട്, സൺറൂഫ് കാര്യങ്ങൾ ഒക്കെ വരുന്ന ഏറ്റവും ടോപ്പ് മോഡൽ. ഓക്കെ, അപ്പോൾ രണ്ട് സെയിം കളറാണ്, രണ്ട് ഓപ്ഷനിൽ, രണ്ട് വിലയിലും ഇവിടെ ലഭ്യമാണ്. ഇത് 2023 മോഡൽ XZ+. ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസലാണല്ലേ? അതെ, ഡീസൽ ഓട്ടോമാറ്റിക് 2023. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 36,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. എക്സ്റ്റൻഡ് 2027 വരെ അണ്ടർ വാറണ്ടിയിലാണ് വാഹനം. കമ്പനി വാറണ്ടി. കമ്പനി വാറണ്ടി. വാറണ്ടി എന്ന് പറയുമ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പല വീഡിയോസിലും നമ്മൾ പറയാറുണ്ട്, വാറണ്ടി ഉണ്ടെങ്കിൽ, കമ്പനി വാറണ്ടി ഉണ്ടെങ്കിൽ എന്ത് പണി വന്നാലും ഒരു പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകത്തില്ല. അതാണ് ഗുണം. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ് ഡീസൽ ഓട്ടോമാറ്റിക് 4x4. സിംഗിൾ ഓണർഷിപ്പ്, വെറും 35,000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എറണാകുളത്ത് വീണ്ടും വന്നിരിക്കുകയാണ് ഹെയിൻസ് മോട്ടോഴ്സിൽ. നമ്മളിപ്പോൾ ചെയ്തിട്ട് ഒരു മാസമായോ? 1 മന്ത് ആവുന്നു. 1 മന്ത് ആവുന്നേ. അതെ, ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം റിസൾട്ട്സ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, എൻക്വയറീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ചില വണ്ടികളൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കുഴപ്പമില്ല. അതെ, അപ്പോൾ ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ് ഇവിടെ കൂടുതലും ഒരു കോമ്പാക്ട് SUV ആണ്. വേറെ ഏതെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് സ്റ്റോക്സ് വരാനുണ്ട്, കയറുന്നുണ്ട്, സ്റ്റോക്കുകൾ വരുന്നുണ്ട്, പുതിയ ഇവിടെ ഒരു പ്രീമിയം സെഗ്മെന്റ് ഉണ്ട് അല്ലേ? നെട്ടൂർ വണ്ടികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സെഗ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തായിരുന്നു പേര്? ജിലിൻ. ഓക്കെ, സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കാക്കനാടാണ്. കാക്കനാട് ഇൻഫോ പാർക്ക് റൂട്ട്, അതായത് കാക്കനാട് നിന്ന് എടച്ചിറ പോകുന്ന റൂട്ടിൽ, ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഷോറൂം വരുന്നത്. ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. നല്ല അടിപൊളി കാറുകൾ തന്നെയല്ലേ? ക്വാളിറ്റി വണ്ടികൾ തന്നെയല്ലേ? അതെ, ഹൈ ക്വാളിറ്റി വണ്ടികൾ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അത് നമുക്ക് പ്രൈസ് ഇന്നത്തെ വീഡിയോയിൽ മാക്സിമം മുട്ടിച്ച് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാം. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടും വീഡിയോ എടുക്കുക. ആദ്യ വാഹനം കിയയുടെ സെൽട്ടോസ് ആണ്. സെൽട്ടോസിൻ്റെ ഫസ്റ്റ് ഷേപ്പാണ്. KL 32 ചേർത്തല രജിസ്ട്രേഷൻ വാഹനം. ഏറ്റവും ടോപ്പ് എന്നല്ല, GT ലൈനാണ്. ഇത് ടോപ്പ് വേരിയന്റ് GTX+ ആണ്. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ, പെട്രോൾ ഓട്ടോമാറ്റിക് 7 സ്പീഡ് DCT വരുന്ന വണ്ടിയാണ്. 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ആണ് വരിക, പെട്രോൾ ഓട്ടോമാറ്റിക്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 54,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഷോറൂം സർവീസ്, ഫുൾ സർവീസ് റെക്കോർഡ്സ് ഉള്ളൊരു വണ്ടി. ഓക്കെ, 20 മോഡലിൽ 54,000 മാത്രം ഓടിയ വണ്ടിയാണ്. ഇപ്പോഴത്തെ പുതിയ ഷേപ്പ് വരാൻ പറയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് ഷേപ്പ് ലോഗോ ഇതിപ്പോൾ തന്നെ പ്ലേസ് ചെയ്ത ലോഗോ വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇപ്പോൾ ന്യൂ ഷേപ്പിലേക്ക് മാറിയില്ല കാര്യങ്ങളൊക്കെ. ഇപ്പോഴത്തെ ടോപ്പ് വേരിയന്റ് വരുമ്പോൾ ഒരു ലെവൽ 2 ADAS ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്ത് വരുന്നുണ്ട്. ലെവൽ 2 ADAS വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ തന്നെ സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജർ, അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണിത്. ഫുൾ സർവീസ് അല്ല, പ്രോപ്പർ സർവീസ്, യാതൊരു ആക്സിഡൻസോ ക്ലെയിമോ ഒന്നുമില്ല. നല്ല വണ്ടിയില്ല. ഇത് 360 ക്യാമറ വരും. ഇത് 360 വരുന്നുണ്ട്, ക്യാമറയും വരുന്നുണ്ട്. ഓക്കെ, സൺറൂഫ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന വില 13,40,000 രൂപ. 2020 GT ലൈൻ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി 13,40,000. അതെ, പുതിയ വണ്ടിക്ക് ഏകദേശം 23 ലക്ഷം ഉണ്ട്. പുതിയ വണ്ടിക്കാണ്. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ടാവും? ഒരു 22 ലക്ഷം രൂപ ആ റേഞ്ചിലൊക്കെയായിരുന്നു അന്ന് വണ്ടികൾ ഇറങ്ങിക്കൊണ്ട്. അന്ന് അതിന് അത്രയും വില ഉണ്ട്. ഇന്ന് 23 ആണ്. ഇന്നത്തെ കമ്പയർ ചെയ്യുന്നതല്ല, എന്നാലും ജസ്റ്റ് പറഞ്ഞാണ്. ഓക്കെ, ലോൺ എത്ര കയറും? ഒരു 12-12 മാക്സിമം ഒരു 90% വരെ ലോണും ചെയ്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. അതെ, മൈലേജ് പെട്രോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഒരു 11, ലോങ്ങിലൊക്കെ 16 കിട്ടുന്നുണ്ടെന്ന് പറയേണ്ടത് ഉറപ്പില്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. നേരത്തെ നമ്മൾ KL 32 രജിസ്ട്രേഷൻ വാഹനമാണ്. അടുത്ത KL 33 രജിസ്ട്രേഷൻ Volkswagen Tiguan GT ആണ്. അതെ, 1.5 TSI പെർഫോമൻസ് ഓറിയന്റഡ് SUV ആണ്, കോമ്പാക്ട് SUV. DST ഗിയർ ബോക്സ് അല്ലേ? DST ആണ് വരിക. സ്മൂത്ത് ആയിരിക്കും, ഡ്രൈവ് വളരെ സ്മൂത്ത് ആയിരിക്കും. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ റോഡ് സൈഡ് തന്നെയാണ്. മൈക്ക് എങ്ങനത്തെ മൈക്ക് വെച്ചിട്ട് കാര്യമില്ല, അമ്മാര് ഡിസ്റ്റർബൻസ് ഉണ്ടാവും എപ്പോഴും. അതൊന്ന് ക്ഷമയോടെ കാണാം അതിന്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് മോഡൽ? 2021 മോഡലാണ്. 1.5 GT+. പെട്രോൾ ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 42,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസ്, യാതൊരുവിധ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ നീറ്റുമാണ്. എക്സ്റ്റൻഡ് വാറണ്ടി ഒന്നുമില്ല. വാറണ്ടി നമുക്കിപ്പോൾ എക്സ്റ്റൻഡ് കഴിയാറായിട്ടുണ്ട്. കാരണം ഈ മാസം കൂടിയാണ് ഇപ്പോൾ വാറണ്ടി ഉള്ളത്. അതെ, ഓക്കെ, കഴിയാറായിട്ടുണ്ട്. നിങ്ങളെ ഷോറൂം വാറണ്ടി കൊടുക്കുന്നുണ്ടോ? നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ എക്സ്റ്റൻഡ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നല്ല ടയേഴ്സ് ഇപ്പം മാറിയാന്ന് തോന്നുന്നു. ഫ്രണ്ട് രണ്ടും മാറിയിട്ടുണ്ട്, പുറകിൽ ആവറേജ് ആണ്. അതെ, ഓക്കെ. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്ന വില 13,50,000 രൂപ. 13.5 ലക്ഷം. ഇപ്പോഴത്തെ പുതിയ GT എത്ര ഉണ്ട്? ഇത് ഓൾമോസ്റ്റ് 24 ലക്ഷം രൂപ വരുന്നുണ്ട്. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 20-21 അടുത്തില്ല? 21 ലക്ഷം രൂപ റേഞ്ചിൽ വരുന്നുണ്ട്. 21 ലക്ഷം ഏകദേശം അന്ന് ഇതിന് വില വരുന്നുണ്ട്. ഇപ്പോൾ 24 അടുത്തുണ്ട്. ഇപ്പം മാറി എന്നാലും പറയാണ്. ഓക്കെ, ഇതിൽ തന്നെ 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 21 മോഡല്.
ലോൺ ഒരു 12.25 നമുക്ക് സുഖമായിട്ട് ചെയ്തു കൊടുക്കാം. ചെയ്യാൻ പറ്റും. MG ഹെക്ടറാണ് അടുത്ത വാഹനം. KL 33 തന്നെ രജിസ്ട്രേഷൻ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ, സിംഗിൾ ഓണർ, 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ഓട്ടോമാറ്റിക്, ഷാർപ്പാണ് വേരിയന്റ്. അന്നത്തെ ടോപ്പ് ആൻഡ് വാഹനമാണ്. CVT ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. CVT ട്രാൻസ്മിഷൻ ആണ്. 2022. ഇപ്പോൾ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും. വാറണ്ടി നമുക്ക് 27 സെപ്റ്റംബർ വരെ വാറണ്ടി ഉണ്ട്. 27 വരെ ഉണ്ട്. അണ്ടർ വാറണ്ടിയിലാണ്. ഓക്കെ, കമ്പനി വാറണ്ടി തന്നെ നിൽക്കുന്ന ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ആ ഒരു ഓട്ടോ പോയിട്ടുള്ളൂ, നോർമൽ ഓട്ടോ പോയിട്ടുള്ളൂ. ഒരു ക്ലെയിമും ഇല്ല അല്ലേ? ഇല്ല, യാതൊരുവിധ ക്ലെയിമോ കാര്യങ്ങളോ. സിംഗിൾ ഓണർഷിപ്പ് അല്ല? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. ഇപ്പോഴത്തെ മൊത്തം ഷേപ്പ് മാറി, ഫ്രണ്ടിൽ പിന്നെ ഓപ്ഷൻസ് എല്ലാം മാറി. സാവി പ്രോ ആണ് ഇപ്പോൾ ടോപ്പനിൽ വരുന്നത്. ഓക്കെ, അന്നത്തെ ഷാർപ്പായിരുന്നത്. അതെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 15,70,000 രൂപ. 15,70. 2022 ഷാർപ്പ് പെട്രോൾ ഓട്ടോമാറ്റിക് കൊണ്ടുപോകാം, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. പുതിയതിലേക്ക് വരുമ്പോൾ ഏകദേശം എത്ര വരുന്നുണ്ട്? ഇപ്പോഴത്തെ പുതിയ എത്ര വരും? പുതിയത് വരുമ്പോൾ ഓൾമോസ്റ്റ് 26 lakhs. ഇപ്പോൾ സാവി പ്രോ ഒക്കെ വരുമ്പോൾ 26 lakhs ഒക്കെയാണ് ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ. ഇത് അന്ന് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ടായിരുന്നു? ഇതന്ന് 24-25 ആ റേഞ്ചിലാണ് അന്നും ഉണ്ടായിരുന്നു അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ഏകദേശം നമ്മൾ പാതിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു അല്ലേ വില? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഒരു ഇതിലൊരു 90% ലോണും കയറും. ഇത് നമുക്ക് 100% ലോൺ കൊടുക്കാം. ഇത് നല്ലോണം മൂവിംഗ് ഉള്ളൊരു വണ്ടിയാണ്. ഇതിന്റെ മൈലേജ് നോക്കിയിട്ട് ആരും എടുക്കൂല. മൈലേജ് 8-10 ഒക്കെ കണ്ടാൽ മതി. CVT ആണ്, നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടും. CVT ആയതുകൊണ്ട് ഒരു 11 ആ റേഞ്ച് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. അതെ, CVT ആണിത്. അപ്പോൾ കുറച്ചും കൂടി മൈലേജ് ഉണ്ടാവും. ഓക്കെ. താല്പര്യം ഉണ്ടെന്നാലും വിളിച്ചോളൂ. അടുത്തതാ ഒരു ഫുൾ സൈസ് SUV ടാറ്റ ഹാരിയർ ആണ്. ഹാരിയർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഷേപ്പ് മാറി വന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ഷേപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാണാം ഭംഗി. പേഴ്സണലി ഈ ഷേപ്പാണ് എനിക്കിഷ്ടം. പുതിയ ഷേപ്പ് തീരെ അബദ്ധമായിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 മോഡൽ XZ പ്ലസ്, ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ആണല്ലേ? അതെ, ഡീസൽ ഓട്ടോമാറ്റിക്. 2023 സിംഗിൾ ഓണർഷിപ്പ് ആണ്. 36,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. 36,000. അതെ. ഓക്കെ. 2 വർഷം കൊണ്ട് ഡീസലിൻ്റെ ഒരു ഓട്ടം പോയിട്ടുണ്ട്. മൈലേജ് ലോങ്ങിൽ ഒരു 15 ഒക്കെ കിട്ടൂലേ? എത്ര ലോങ്ങിൽ? 15 ഒക്കെ ലോങ്ങിൽ കിട്ടുന്നുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടും. 15 ആ റേഞ്ചൊക്കെ എന്തായാലും കിട്ടും. ടൗണിലാണെങ്കിൽ ഒരു 11-12 കിലോമീറ്റർ ഒക്കെ. ഓക്കെ. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. നല്ല വണ്ടി, നീറ്റ് വണ്ടി. ഇപ്പോഴത്തെ മൊത്തം മാറിയ ഫേസ് ലിഫ്റ്റ് ആയി. അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സ് വരുന്നുണ്ട് പുതിയതിൽ. കുറച്ച് പ്രൈസ് ഡിഫറൻസ് എല്ലാം കൂടിയിട്ടുണ്ടാവും. ഇപ്പോഴത്തെ വണ്ടി ഏകദേശം 34 ലക്ഷം രൂപ അടുത്ത് വില വരുന്നുണ്ട്. പുതിയ ഫുൾ ഓപ്ഷൻ വരുമ്പോൾ. ഓക്കെ. അത് കുറച്ച് ഫീച്ചേഴ്സ് അഡീഷണൽ കൂടി. പിന്നെ ഷേപ്പ് മാറി. ഷേപ്പ് ഇത് തന്നെയല്ലോ ഡിസ്കവറിന്റെ പ്ലാറ്റ്ഫോമിൽ അല്ലേ? പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്ന വില 18 ലക്ഷം രൂപ. 18 ലക്ഷം. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ടാവും? ഏകദേശം ഒരു 30-നടുത്ത് വില വരുന്നുണ്ട്. 30-നടുത്ത് അന്ന് വില വരുന്നുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 23 മോഡൽ. അപ്പോൾ താല്പര്യം ഉണ്ട് എന്തായാലും വിളിക്കാം. ഇതും ഏകദേശം 10-12 ലക്ഷം രൂപയുടെ വ്യത്യാസം വന്നു കഴിഞ്ഞു അല്ലേ? ഓൾമോസ്റ്റ് അത്രയും വന്നിട്ടുണ്ട് 2 വർഷത്തിനുള്ളിൽ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് മഹീന്ദ്ര ഥാറാണ് അടുത്ത വാഹനം. KL 39 രജിസ്ട്രേഷൻ വണ്ടി. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ, ഡീസൽ ഓട്ടോമാറ്റിക് 4x4 ഹാർഡ് ടോപ്പ്. ഏറ്റവും ടോപ്പ് എൻ്റെ വാഹനമാണ് ഡീസൽ ഓട്ടോമാറ്റിക് 4x4. സിംഗിൾ ഓണർഷിപ്പ്, വെറും 35,000 കിലോമീറ്റർ മാത്രമേ ഓടിക്കുള്ളൂ. 4 സ്റ്റോക്ക് കണ്ടീഷൻ ഉണ്ടോ? വേറെ അതർ ഫിറ്റിംഗ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്റ്റോക്ക് കണ്ടീഷൻ എന്താണോ? ഓക്കെ. സ്റ്റെപ്പിനെ ഒന്നും ഇറക്കിയില്ല എന്ന് തോന്നുന്നു അല്ലേ? എടുത്തിട്ടില്ല. ഓക്കെ. നീറ്റ് വണ്ടി, വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയേഴ്സ് ആ ഒരു ഓട്ടത്തിന് കുറഞ്ഞിട്ടുണ്ട്. അതെ. ഓക്കെ. എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ? ഇത് നമ്മൾ 15,65,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില. 2021 4x4 ഡീസൽ ഓട്ടോമാറ്റിക് കാറാണ്. പുതിയന് ഏകദേശം 21 ലക്ഷം ഉണ്ട് പുതിയ ഷേപ്പിലേക്ക് വരുമ്പോൾ അല്ലേ? അതെ, ഏറ്റവും പുതിയന്. ഓക്കെ. അപ്പോൾ ഇത് പ്രൈസ് എന്തെങ്കിലും അഡ്ജസ്റ്റബിൾ ആണോ? അതോ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് ഹ്യുണ്ടായി ക്രെറ്റ. ഇപ്പോഴത്തെ ഷേപ്പിന്റെ തൊട്ട് മുന്നുള്ള ഷേപ്പാണ്. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡലാണ്. SX ആണ് വേരിയന്റ് 1.5. ഓക്കെ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. IVT ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. ഓക്കെ. IVT ഇന്റലിജന്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ. CVT പോലെ തന്നെയാണ്. അതെ. ഓക്കെ. പെട്രോൾ ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർ, വാഹനമാകെ 31,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വാറണ്ടി നമ്മൾ എക്സ്റ്റൻഡ് 2027 വരെ അണ്ടർ വാറണ്ടിയിലാണ് വാഹനം. കമ്പനി വാറണ്ടി. കമ്പനി വാറണ്ടി. വാറണ്ടി എന്ന് പറയുമ്പോൾ ചില ആൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പല വീഡിയോസിലും നമ്മൾ പറയാറുണ്ട്, വാറണ്ടി ഉണ്ടെങ്കിൽ, കമ്പനി വാറണ്ടി ഉണ്ടെങ്കിൽ എന്ത് പണി വന്നാലും ഒരു പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകത്തില്ല. അതാണ് ഗുണം വാറണ്ടി. ഓക്കെ. അപ്പോൾ വേറെ ഒരു ക്ലെയിം ഉള്ളല്ലോ? ഇത് ക്ലെയിം ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്ന വില 13,90,000 രൂപ. 22 മോഡൽ SX പെട്രോൾ ഓട്ടോമാറ്റിക് IVT ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. ഓക്കെ. ഇത് പുതിയ ഏകദേശം എത്ര ഉണ്ട്? ഏകദേശം 21 ലക്ഷം രൂപ അടുത്ത് ഇപ്പോൾ വില വരുന്നുണ്ട്. അന്നും ഏകദേശം അത്ര തന്നെ ഒരു വില തന്നെയുണ്ട്. ഏകദേശം അത്ര തന്നെ കാണണം.
പുതിയ ഷേപ്പ് കുറച്ച് മാറിയിട്ടുണ്ട്, ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യം എന്തായാലും വിളിക്കാം. ഇതും 90% ലോണും കയറും അല്ലേ? ചെയ്ത് കൊടുക്കാം. ലോണ് നിങ്ങളുടെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വണ്ടിക്കാണ് പറയുന്നത്, വണ്ടിക്ക് മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടുള്ള ഒരു ലോണിന്റെ കാര്യമാണ് പറയുന്നത്. ഒരു പെർഫോമൻസ് സെഡാൻ കാർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. KL 44 രജിസ്ട്രേഷൻ വരുന്ന ഹ്യുണ്ടായ് വെർണ. എങ്ങനെ 2016 മോഡല് 1.6 SX ആണ് വേരിയന്റ്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനം. ഓക്കെ, 2016 ഓട്ടോ എത്ര പോയി? ഇത് 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 69,000 ലോ കിലോമീറ്റർ ആണ്. സർവീസ് ഒക്കെ ഷോറൂം സർവീസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ തന്നെ പ്രൊജക്ട് ഹെഡ് ലാമ്പ്, അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടോപ്പിലേക്ക് പോകുമ്പോൾ 6 എയർ ബാഗ് ഉണ്ടാവില്ല, ആ ഒരു വ്യത്യാസമുള്ളൂ. ഇതിൽ 2 എയർ ബാഗ് വരും. മേജർ ക്ലെയിമോ കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ 4,45,000 നമ്മൾ ചോദിക്കുന്ന വില. 4,45,000 രൂപയ്ക്ക് ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് ഒരു അടിപൊളി പെർഫോമൻസ് ഇടാൻ കൊണ്ടുപോകാം. 2016 മോഡൽ, ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന വെർണയാണ്. മൈലേജ് ഒരു 10-13 ഒക്കെ കണ്ടാൽ മതി. അതിന് മാക്സിമം അത്രേ കിട്ടുള്ളൂ, അതിനുള്ളിലേ കിട്ടുള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോലെ നമ്മൾ നേരത്തെ ഒരു MG ഹെക്ടർ കണ്ടു, ഇനി ഒരു 2 വെയിറ്റിംഗ് ആണ്. 2 സെയിം കളർ സെയിം ഓപ്ഷൻ എന്ന് തോന്നുന്നില്ല. ഷാർപ്പ് തന്നെ വേരിയന്റ് ആണ്. ഷാർപ്പ് തന്നെയാണ് രണ്ടും. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡല്, ഷാർപ്പ് DCT ട്രാൻസ്മിഷൻ വരുന്നത്, പെട്രോൾ ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർ, 48,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നേരത്തെ നമ്മൾ ഫസ്റ്റ് കണ്ട വെള്ള CVT ആണ്. അത് കുറച്ചും കൂടി മൈലേജ് ഉണ്ടാവും. ഇത് അതിനൊന്ന് DCT ആണ്. 1-2 കുറയും അത്രേ ഉള്ളൂ മൈലേജ്. ഓക്കെ, ഏറ്റവും ടോപ്പ് തന്നെ 2019 മോഡൽ. അതെ. ഓക്കെ, കിലോമീറ്റർ ഇത് 48,000 കിലോമീറ്റർ ഓടിക്കുന്നത്, ഫുൾ കമ്പനി സർവീസ്, ഫുൾ ഹിസ്റ്ററി. ഓക്കെ, ഓണർഷിപ്പ് എത്ര? ഇത് സിംഗിൾ ഓണർഷിപ്പാണ്. സിംഗിൾ. ഓക്കെ, അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ട് വരുന്നൊരു SUV സെഗ്മെന്റ് ആണ്. അപ്പോൾ MGനെ പറ്റി അറിയാലോ, ഇപ്പോൾ ഒരുപാട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ്. ഓക്കെ, എത്ര രൂപ ചോദിക്കുന്നത്? എത്രയാണ് ഇത് നമ്മൾ ചോദിക്കുന്ന വില? 11,25,000 രൂപ. 11,4 ലക്ഷത്തിന് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഇത്രയും വലിയൊരു വണ്ടി കൊണ്ടുപോകും. ഹെക്ടറാണ്, 5 സീറ്ററാണ് വരിക. ലോണ് ഏകദേശം ഒരു 10 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ തന്നെ കിട്ടും അല്ലേ? ഓക്കെ, ഫുൾ ലോൺ ചാൻസ് ഉള്ള വാഹനമാണ്. അടുത്ത വണ്ടിയിലേക്ക് ഇന്നത്തെ അവസാനത്തെ വാഹനവും നമ്മൾ നേരത്തെ ഉള്ള സെയിം MG തന്നെയാണ്. KL 8 രജിസ്ട്രേഷൻ ആണിത്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡല്, സിംഗിൾ ഓണർ, പെട്രോൾ ഓട്ടോമാറ്റിക്, ഷാർപ്പ് തന്നെയാണ് വേരിയന്റ് വരുന്നത്. ഏതാ? DCT? ഇത് DCT ട്രാൻസ്മിഷൻ. 30,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ക്ലീൻ വാഹനം. ഫസ്റ്റ് DCT ആണെന്ന് തോന്നുന്നില്ല, വന്നേ പിന്നെയാന്ന് തോന്നുന്നില്ല. DCT വന്നു, പിന്നെ CVT വന്നു. ഓക്കെ, അപ്പോൾ 20 മോഡലാണ്. ഇത് ക്ലീൻ, ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. പക്ക നീറ്റ് വണ്ടി, ഫുൾ കമ്പനി സർവീസ് ഉള്ള വാഹനമാണ്. ഫുൾ സർവീസും പോയിട്ടുണ്ട്. സൺറൂഫ് കാര്യങ്ങൾ ഒക്കെ വരുന്ന ടോപ്പ് മോഡൽ. ഓക്കെ, അപ്പോൾ 2 സെയിം കളറാണ്. 2 ഓപ്ഷനിൽ 2 വിലയിലും ഇവിടെ ലഭ്യമാണ്. ഇത് ഏകദേശം ഒരു 12,90,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില. 12,90,000. ഓക്കെ, ഇതിന്റെ പ്രൈസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും? ചെയ്ത് കൊടുക്കാം, എല്ലാത്തിനും ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ലോണും മാക്സിമം കയറും അല്ലേ? 90% ചെയ്ത് കൊടുക്കാം. ഇത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. 360 ക്യാമറ എല്ലാം വരുന്നില്ല? എല്ലാ ഫീച്ചേഴ്സ് വരുന്നത്. 360 ക്യാമറ, പനോരമിക് സൺറൂഫ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സീറ്റ്സ് വരുന്നുണ്ട്. ടോപ്പ് വാഹനം. ഓക്കെ, അപ്പോൾ എന്തായാലും താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും വാഹനങ്ങൾ ഇങ്ങോട്ട് വരാനുണ്ട്, അപ്പോൾ എത്തിയിട്ടില്ല. അതാണ് വണ്ടികൾ വരാനുള്ളത്. ഇനി ഒരു എലാൻഡ്ര വരാനുണ്ട്, 2018 മോഡൽ, പെട്രോൾ ഓട്ടോമാറ്റിക്, SX ഓപ്ഷൻ, ടോപ്പ് മോഡലാണ്. ടോപ്പ് തന്നെ. ഓക്കെ, അത് ഏകദേശം ഒരു 10,000 താഴെ നിൽക്കുന്ന സെഗ്മെന്റിൽ വരുന്ന വണ്ടികളാണ്. ശരി. പിന്നെ നമുക്കൊരു ജീപ്പ് കോമ്പസ് വരാനുണ്ട്, പെട്രോൾ മാനുവൽ വാഹനം, 2018 മോഡൽ തന്നെ. പിന്നെ പ്രീമിയം വണ്ടികൾ വരാനുണ്ട്. നമുക്ക് പ്രീമിയം വണ്ടികൾ വരാനുള്ള അജ്മലെ, നമുക്ക് പ്രീമിയത്തിന്റെ സ്റ്റോക്കുകൾ വരാനുള്ളത്. അപ്പോൾ അജ്മൽ ഭായ്, ഏതൊക്കെ വണ്ടികൾ വരാനുണ്ട്? പ്രീമിയം ക്ലാസ് കുറച്ച് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. ലൈക്ക് നമ്മളുടെ ഒരു സിംഗിൾ ഓണർ വെഹിക്കിള്, ലോ കിലോമീറ്റർ വെഹിക്കിളും വരുന്നുണ്ട്. ഒരു 13 ലക്ഷം രൂപ താഴെ ഒരു മെഴ്സിഡീസ് ബെൻസ്. ഓക്കെ, 2 കളക്ഷൻസ് അവൈലബിൾ ആണ്. 2014-15 രജിസ്ട്രേഷനുള്ള B ക്ലാസ്, 15-16 അല്ലേ? ഓക്കെ, 15 രജിസ്ട്രേഷൻ B ക്ലാസ്, B180 സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. വെറും 33,000 കിലോമീറ്റർ ആണ് ഡ്രോൺ ആയിട്ട് വരുന്നത്. കേരള വണ്ടി തന്നെ, ഒറിജിനൽ കേരള KL 07 രജിസ്ട്രേഷൻ ഉള്ള വെഹിക്കിൾ ആണ്. ഓക്കെ, കമ്പനി സർവീസ് ആണ്, ഫുൾ കമ്പനി സർവീസ് ഉള്ള വെഹിക്കിൾ ആണ്. മേജർ ആക്സിഡൻസോ റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിന് പുറമെ നമ്മളൊരു C ക്ലാസ് കൂടി അവൈലബിൾ ആണ്. C220 വരുന്നുണ്ട്. അത് 2013 വെഹിക്കിൾ ആണ്, സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്, KL 07 രജിസ്ട്രേഷൻ ഉള്ള വെഹിക്കിൾ ആണ്. 1 lakh കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്, 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പ്രൈസിങ് എല്ലാം 13 lakhs താഴെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. കൊച്ചി കാക്കനാടാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ അതിലേക്ക് വിളിച്ചോ ആ നമ്പറിലേക്ക്. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ബ്രോ. താങ്ക് യു. ബൈ.